മൂഡ് ഓക്കെ ആണല്ലോ അല്ലേ? അതെല്ലോ ഓക്കെയാണ്. ആ മൂഡ് ഇംപ്രൂവ് ചെയ്യാൻ ഞാനൊരു കാര്യം ചെയ്യട്ടെ? ഷുവർ. ഏയ് അമൂല്യ, അമൂല്യ, അമൂല്യ. അമ്മു, നീ ഇത് എവിടെ നോക്കിയാ നടക്കുന്നേ? ശ്രദ്ധിച്ചൂടെ? അയ്യോ, ഇപ്പൊ അത് വിട്. എന്തിനാ വിളിച്ച? എന്താ പറ്റിയത്? ഒന്നാമതേ നാടകമാണ്, അതിന് ഇത്ര സീരിയസ് ആവേണ്ട കാര്യമുണ്ടോ? ഇപ്പോഴെങ്കിലും നിന്റെ പൊട്ടത്തിലൊന്ന് മാറ്റി വെക്കേ. അയ്യോ ആദിപിന്റെ ചേട്ടാ, ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല. മാത്രമല്ല ആക്ടിങ്ങില് എനിക്ക് ഇത്തിരി ഡെഡിക്കേഷനും കൂടുതലാ. ശരി ശരി, നീ ഓക്കെ ആണല്ലോ? അയ്യോ ചേട്ടാ, എനിക്ക് ഇരട്ട ചങ്കല്ലേ. തേയില് കുരുത്തതൊന്നും വെയിലത്ത് വാടില്ലല്ലോ. ആഫ്റ്റർ ഓൾ ഈ വുഡൻ ടേബിളിൽ എന്തെങ്കിലും പറ്റുമെന്ന് നോക്ക്. പേടിക്കണ്ട ചേട്ടാ, എനിക്ക് അത്ര പെട്ടെന്ന് ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. എന്റെ റൗഡി കൊച്ചേ, ഐസ്ക്രീം എന്തെങ്കിലും വേണോ? ചോക്ലേറ്റ്, സ്ട്രോബെറി, വാനില? അയ്യോ അതൊന്നും ഇപ്പൊ വേണ്ട ചേട്ടാ. നിങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ നമ്മുടെ പ്ലാനിലായിരിക്കണം. ആ, ഇവള് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്. ഇപ്പൊ വരാം. റെഡി, ടേക്ക് ആക്ഷൻ. പ്രമീള, നിന്റെ ഫുഡിന്റെ കാര്യം ഒന്നും പറയണ്ട, അടിപൊളിയായിട്ടുണ്ട്. എന്താടി ഇത്? അത്ഭുതമാണല്ലോ. ഇത് ശരിക്കും നീ തന്നെയാണോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് വിട്. അമ്മ ഇതുവരെ മെസ്സിലേക്ക് പോയില്ലായിരുന്നോ? ഞാൻ മെസ്സിൽ പോവുകയും ചെയ്തു, പോയിട്ട് തിരിച്ചു വരികയും ചെയ്തു. വീട്ടിലുള്ള 2 മടിച്ചുകൾക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ? അല്ല അതിഥി, നിന്റെ കയ്യിൽ എപ്പോഴും മൊബൈലല്ലേ ഉണ്ടാവാറ്? ഇന്ന് നിനക്ക് എന്താ പറ്റിയേ? നീ എന്താ കയ്യിൽ പുസ്തകമൊക്കെ പിടിച്ചോണ്ട് നടക്കുന്നത്? അല്ല, പുസ്തകം അവിടെ ഇരുന്ന് ചതിലരിച്ചു പോയോന്നറിയാൻ വേണ്ടി കയ്യിലെടുത്തൊന്നും അല്ലല്ലോ അല്ലേ? എന്താ അമ്മ ഇത്? കുറച്ച് നാളൂടെ കഴിഞ്ഞ അമ്മും കല്യാണം കഴിഞ്ഞ് പോവില്ലേ? പിന്നെ അവളുടെ സ്ഥാനത്ത് ഞാനല്ലേ ഉണ്ടാവണ്ടേ? ഇത്രയും നാള് വീട്ടിലെ കാര്യങ്ങളൊക്കെ അവളല്ലേ നോക്കിയത്. ഇനി അവളുടെ സ്ഥാനത്ത് ഞാനല്ലേ ഉണ്ടാവേണ്ടത് ഇവിടെ. അതുകൊണ്ടാ ഇത് ലാസ്റ്റ് സെം എക്സാമാ. ഇതുകൂടെ കഴിഞ്ഞാ ഞാൻ നല്ല മാർക്സ് ഒക്കെ കിട്ടി വലിയൊരു ജോലിക്കാരിയാവും. അത് കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് സഹായമാവുമല്ലോ. അവളെ പോലെ വീട്ടുകാര്യങ്ങളൊക്കെ ഞാൻ നോക്കും. ആൾക്കാരെപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾക്ക് 4 പെൺകുട്ടികളല്ലേ, അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഭാരമായിരിക്കുന്നു. പക്ഷെ എന്റെ 4 മക്കളും ഒരിക്കലും എനിക്ക് ഭാരമായിരുന്നില്ല. 4 പേരും എന്റെ സ്വത്താണ്. നോക്ക്, കുറച്ച് നാൾ കഴിഞ്ഞ് നീ ഇതൊക്കെ ചെയ്തിട്ട് ത്യാഗം ചെയ്തെന്നൊന്നും പറഞ്ഞേക്കരുത്. നിന്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ജീവനോട് തന്നെയുണ്ട്. നിന്നെ ഞങ്ങൾ നന്നായി നോക്കിക്കോളാം. നീയല്ലേ എന്തോ ടിക്ടോക്കൊക്കെ ചെയ്ത് ആക്ടിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? വേണമെങ്കിൽ അത് നീയും ചെയ്യാം. മനസ്സിലായല്ലോ? എപ്പോഴും പുസ്തകപ്പുഴുവായിട്ട് ജീവിക്കണമെന്നൊന്നുമില്ല, കേട്ടല്ലോ? ഓക്കെ, ഡൺ. അതിഥി പറഞ്ഞത് സത്യം തന്നെയാ. അമ്മൂന്റെ കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയാ പിന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ നോക്കേണ്ടി വരും. പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ ഭർത്താവിനെയും ആ കുടുംബത്തെയാണ് നോക്കേണ്ടത്. പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ സ്വന്തം വീട് ഉപേക്ഷിച്ച് അവിടെ ജീവിക്കേണ്ടവരല്ലേ? അമ്മ പോയാൽ പിന്നെ അഞ്ജുന്റെ അതിഥിയുടെയും ഭാവി അവരുടെ കല്യാണം എങ്ങനെ നടത്തും?
ആക്ഷൻ. അമൂല്യ, അമൂല്യ, എന്റെ അളിയ, ഇങ്ങനെ വിളിച്ചാലേ നമ്മുടെ വീട്ടിലെ പട്ടി പോലും കേൾക്കില്ല. കുറച്ചുകൂടെ ഉറക്കം വിളിക്ക്. അമൂല്യ, അമൂല്യ. ചേട്ടാ, എന്ത് പറ്റി? എന്തിനാ ദേഷ്യപ്പെടുന്നേ? അമൂല്യ, നീ നിന്റെ ജോലിയിൽ ഇത്രത്തോളം ഇറസ്പോൺസിബിൾ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അയ്യേ, എന്റെ ട്യൂബിലെ ചളിയ. സ്കൂളിലെ ഡ്രാമയല്ല ഇത്. കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലേ വേദാന്ത് നമ്മളെ കണ്ടുപിടിക്കുകയും ചെയ്യും, ഇവിടുന്ന് പുറത്താക്കുകയും ചെയ്യും. വിക്കി ബോസ്, എന്തിനാ വിളിച്ചു കൂവിയത്? എന്താ ഇവിടെ സംഭവിക്കുന്നത്? എടാ പൊട്ടാ, താൻ എന്തേ കാണിക്കുന്നത്? സൈലന്റ് ആയിട്ട് മാറി നിൽക്ക്. ഇവിടെ ഇപ്പൊ ആക്ഷനും കട്ടൊന്നും പറയാൻ പറ്റില്ല. സീൻ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞു. കാണുന്നവര് നിന്റെ ബാക്ക് കാണാനല്ല വന്നിരിക്കുന്നത്. മാറിയേക്ക്. ഇനി നീ മിണ്ടി പോരുന്നു. റെഡി, ടേക്ക് ആക്ഷൻ. അമൂല്യ, നീ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വർക്കറാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഞാൻ നിന്നിൽ നിന്ന് ഇങ്ങനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ദിസ് ഇസ് ഡിസ്കസ്റ്റിംഗ്, റിഡിക്കുലസ്. അതിന് ഞാൻ എന്താ വിക്കി ചേട്ടാ ചെയ്തേ? ഏത് ചേട്ടൻ? അതൊക്കെ വീട്ടിൽ മതി. ഇത് നമ്മുടെ ഓഫീസാണ്. ജസ്റ്റ് ഫോളോ ഓഫീസ് റൂൾസ്. ഇവിടെ ബന്ധോ സ്വന്തം ഒന്നും പറയാൻ നിൽക്കണ്ട. ശരി സർ, സോറി. ഞാനിപ്പോ എന്ത് തെറ്റാ ചെയ്തേ? ഇവിടെ ആരുടെ തലയിലെ തേങ്ങ വീണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി എന്റെ തലയിലാണോ? ഇവരെല്ലാരും കൂടെ ചേർന്ന് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചെലവ് കൂടുതലാണെന്ന് HR ഇപ്പൊ റിപ്പോർട്ട് ചെയ്തു. അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് മെയിലും വന്നിട്ടുണ്ട്. അക്കൗണ്ട്സ് ടാലി ആയിട്ടില്ല. നീ അതൊന്നും ശ്രദ്ധിക്കാറില്ലേ? എന്താ, നീയല്ലേ ഇവിടുത്തെ അഡ്മിൻ ഹെഡ്? ഇതെല്ലാം നിന്റെ ജോലി തന്നെയല്ലേ? അളിയ, കുറച്ചുകൂടെ പവർ വരട്ടെ. കമോൺ കമോൺ. സോറി സർ, ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യും. എന്നെ കുറിച്ച് ഇങ്ങനൊരു ആരോപണം ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ അഡ്മിൻ ഹെഡ് ആണെന്നത് ശരിയാ, പക്ഷെ അക്കൗണ്ട്സ് ഒന്നും ഞാൻ നോക്കാറില്ല. ഞാനും കുറച്ച് ബിസി ആയിരുന്നു. സമയം കിട്ടാത്തത് കൊണ്ട് എനിക്കും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല വിക്കി ചേട്ടാ. ഞാൻ വീണ്ടും വീണ്ടും പറയാ, എന്റെ ഏട്ടത്തെയാന്നുള്ള ട്രംപ് കാർഡ് ഇവിടെ യൂസ് ചെയ്യാൻ വരണ്ട. ഞാൻ ഈ കമ്പനിയുടെ CFO ആണ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്കൊന്നും ഞാൻ റെസ്പോൺസിബിൾ ആവേണ്ട കാര്യമില്ല. എനിക്കിത് ബോസിനോട് നേരിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്താണ് ഇവിടെ പ്രശ്നം? എന്തിനങ്ങനെ ഒച്ചയെടുത്ത് സംസാരിക്കുന്നേ? ഇതൊരു ഓഫീസാന്ന് അറിയില്ലേ നിനക്ക്? വന്ന് ഈ തള്ള എനിക്കൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കെ. കുഴിച്ചു മൂടിയ കാര്യങ്ങളൊക്കെ വീണ്ടും കുത്തിപ്പൊക്കി എടുത്തോണ്ടിരിക്കുക. ഒരിക്കലും പുറത്ത് വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളാ അവര് പിന്നെയും പുറത്തെടുത്തോണ്ടിരിക്കുന്നത്. എന്റെ ഭാഗ്യദോഷത്തിന് വേദാന്തെങ്ങാനും ആ ഫോട്ടോ കണ്ടുപോയി കഴിഞ്ഞാ അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരില്ലേ? വെറുതെ ഓർമ്മ വരിക മാത്രമല്ലല്ലോ സുഹാസിനി. അവന്റെ മനസ്സിൽ ആയിരക്കണക്കിന് ചോദ്യങ്ങളും വരും. അതുമാത്രമല്ല, നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം നീ അനുഭവിക്കേണ്ടിയും വരും. എല്ലാം അറിഞ്ഞു കഴിയുമ്പോ എല്ലാവരോടും നീ മറുപടി പറയേണ്ടി വരും. നിങ്ങളെപ്പോഴാ എത്തിയത്? കേറി വന്ന ആള് നീയാ സുഹാസിനി. ഞാനിവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ലാപ്ടോപ്പും കയ്യിൽ പിടിച്ചോണ്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാ? കുറച്ചു നാളായിട്ട് കുറച്ച് ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. പക്ഷെ നടക്കുന്നില്ല. ഇപ്പോഴാ അതിന് സമയം കിട്ടിയത്. എന്ന് വെച്ചാ? ഞാൻ ബാങ്കിലേക്ക് ഒരു ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കമ്പനിയിൽ നിന്ന് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഇനി എന്തൊക്കെ ട്രാൻസാക്ഷൻ നടന്നാലും അതിന് വേദാന്തിന്റെയോ വിക്കിയുടെയോ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ആവശ്യം ഉണ്ടാവും. നിങ്ങളുടെ തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ശ്രീധർ? ഈ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചു നാൾ മുമ്പേ തന്നെ ചെയ്തു വെക്കേണ്ടതായിരുന്നു.
വേണ്ട ശ്രീധർ, നിങ്ങൾ കുറച്ച് ഓവറാകുന്നുണ്ടേ. ഞാൻ ആരാണെന്ന് ശരിക്കറിയാലോ. എന്നെക്കാളും നിന്നെക്കുറിച്ച് വേറെ ആർക്കാണ് ഇത്ര അറിയാവുന്നത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, കേറി വന്നവള് നീയാ. ഞാൻ ആദ്യം മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ആ പറഞ്ഞത് ഈ സന്ദർഭത്തിന് മാത്രമല്ല, നിന്റെ ചരിത്രത്തിലും ഇത് തന്നെയാണ് ശരി, അല്ലേ? നിങ്ങളെല്ലാം കൂടി എന്തിനാ എന്നെ ടാർഗറ്റ് ചെയ്യുന്നേ? എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ശ്രീധർ. എനിക്ക് എന്നെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടായത്. ഇനി ഇതിങ്ങനെ തുടർന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല സുഹാസിനി. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്ത് വേണമെങ്കിലും ചെയ്തു. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതിനി വെച്ച് താമസിപ്പിക്കുന്നില്ല. അതിനോടൊപ്പം ഈ കുടുംബത്തിൽ ശരിയാക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. അത് ശരിയാക്കാനും ഞാൻ ശ്രമിക്കും. അമൂല്യ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? എന്തു പറ്റി? എല്ലാം ഓക്കെ അല്ലേ? ചേട്ടാ ചേട്ടാ ചേട്ടാ, നോക്ക്, ഇവള് ചേട്ടന്റെ ഫിയാൻസി ഒക്കെ ആയിരിക്കും. എന്റെ ഭാര്യയുടെ അനിയത്തിയാ, നാളെ എന്റെ ഏട്ടത്തിയാൻ പോവാ. പക്ഷെ അതിന്റെ പേരിൽ അക്കൗണ്ട്സിൽ നടന്ന തെറ്റൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. അങ്ങനെയാണോ? അക്കൗണ്ട്സിൽ പ്രോബ്ലം ഉണ്ടായോ? ഇങ്ങ് താടാ. ഏത് ഭാഗത്ത് പ്രശ്നം ഉണ്ടായേ? ഞാൻ നോക്കട്ടെ. ഇങ്ങതാ. അഡ്മിൻ അക്കൗണ്ട്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം അമൂല്യ. ഞാൻ പറഞ്ഞില്ലേ, ടെൻഷനിൽ അറിയാതെ മിസ്സായി പോയതായിരിക്കും. സീനിയർ അക്കൗണ്ടന്റ് കോവിഡ് ടൈമിൽ റിട്ടയർഡ് ആയി പോയി. ആ സമയത്ത് മിസ്റ്റേക്ക് പറ്റിയതാ. ആക്ച്വലി അത് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷൻ അല്ല. എന്നാലും ഡിലേ ആയതുകൊണ്ട് ഞാൻ തന്നെയായിരിക്കും അതെല്ലാം ചെക്ക് ചെയ്ത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത്. ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഈ ഡ്രാമയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. എക്സ്ട്രാ വർക്ക് ചെയ്ത് അത് തീർത്തേരാന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്റർടൈൻ ചെയ്യില്ല. വരെ വരെ നിന്റെ പോക്ക് കുറച്ച് പ്രശ്നോ? ഒരു ഉത്തരവാദിത്വം ഇല്ല. ചേട്ടാ, ചുമ്മാ തോന്നിയ ദിവസം പറയരുത്. അമ്മു, ക്യാരക്ടർ വിട്ടു പോലെ. നീ ആമു അല്ല, ഇത് ഡ്രാമയാ, ഡ്രാമ. ചേട്ടാ, എനിക്ക് ഈ കാര്യത്തിൽ വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ എന്തായാലും നോക്കാന്ന് പറഞ്ഞില്ല. എന്താ ഇവിടെ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ച നീ ചെയ്ത തെറ്റിന് ഞാൻ നിന്നെ വെറുതെ വിടുന്നാണോ? നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് സമ്മതിക്ക്. സ്റ്റോപ്പ് ഇറ്റ്. ഇതൊരു ഓഫീസാണ്, അല്ലാതെ ചന്തയൊന്നുമല്ല. നിങ്ങൾ എന്തിനാ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നേ? നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടില്ല. ആദ്യം സമാധാനമായിട്ട് സംസാരിക്കേ. ഇപ്പൊ എന്താടാ? അമൂല്യ കാരണം അക്കൗണ്ട്സിൽ ഒരു പ്രശ്നം ഉണ്ടായി, അത്രയല്ലേ ഉള്ളൂ? അതെ ചേട്ടാ, വലിയ മിസ്റ്റേക്കാ ഉണ്ടായത്. ഫൈൻ. അതിന് നീ ഇങ്ങനെ ഒച്ചയെടുത്തിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ നിന്ന് സംസാരിച്ച ഒരു സൊല്യൂഷൻ കിട്ടുമോ? ഇവളുടെ കാര്യത്തിലും ശരിയുണ്ട്. രണ്ട് കാര്യങ്ങളൂടെ എങ്ങനെ ഒരുമിച്ച് ബാലൻസ് ചെയ്യാ? നീ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്നത് ഇതിനെ ആയിരിക്കും. എടോ സുമേഷേ, താൻ എന്താടോ ഈ നോക്കി നിൽക്കുന്നേ? പോയി പുതിയ അക്കൗണ്ടന്റിനെ കൊണ്ടുവാ. അപ്പോ ഈ ഉണ്ടായ തെറ്റിന്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ആരേൽക്കും ചേട്ടാ? സിദ്ധാർത്ഥ്, ആ പ്രശ്നം എന്താണെന്ന് ചെക്ക് ചെയ്ത് താനൊന്ന് പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യേ. പുതിയ അക്കൗണ്ടന്റ് വരുമ്പോ എല്ലാം ഓക്കെ ആയിക്കോളും. പക്ഷെ ചേട്ടാ, വരാൻ പോകുന്ന അക്കൗണ്ടന്റ് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാകണം. ഇല്ലെങ്കിൽ ഈ പ്രോബ്ലംസ് വീണ്ടും വീണ്ടും സംഭവിക്കില്ലേ? അത് എന്നോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നിങ്ങൾ വേണമെങ്കിൽ ഇന്റർവ്യൂ നടത്തി പുതിയൊരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്തോളൂ. അതേ വേദം, വിക്കി പറഞ്ഞ കാര്യം വളരെ ശരിയാ. ഈ ജോലിക്കൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെ വേണം. അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ഇവിടെയുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതാരാ സിദ്ധാർത്ഥ്? മിനിമം ക്വാളിഫിക്കേഷൻ BCom എങ്കിലും അയാൾക്കുണ്ടായിരിക്കണം. BCom ഒക്കെ കഴിഞ്ഞ് CA ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. ഹീസ് വെരി ബ്രില്യൻറ്റ്. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾക്ക് പുറത്തുള്ള ആൾക്കാരെക്കാൾ നമ്മുടെ തന്നെ ആൾക്കാർ നിൽക്കുന്നതല്ലേ നല്ലത്. ഞാൻ ഈ പറയുന്ന ആള് ഇതിനെല്ലാം സൂട്ടാവുന്ന ആളാ. അങ്ങനെയാണോ? ഹൂസ് ദാറ്റ്? ഫൈൻ, എന്നാ വേഗം അപ്പോയിന്റ് ചെയ്തോളൂ. നേരിട്ട് വന്ന് മീറ്റ് ചെയ്യാൻ പറ. കാൻഡിഡേറ്റ് വളരെ എഫിഷ്യന്റ് തന്നെയാണ്. എത്ര പ്രഷറുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യും. എന്ത് പ്രോബ്ലം ആണെങ്കിലും സോൾവും ചെയ്തോളൂ. പക്ഷേ വേദാന്ത അയാളെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതെന്താ ഒരു ഡൗട്ട് പോലെ? അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേച്ചേ, കാൻഡിഡേറ്റിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഹീസ് പെർഫെക്റ്റ്. പക്ഷേ ആള് കാരണം വേദാന്തിനായിരിക്കും പ്രശ്നം. ഞാനീ പറയുന്നത് മറ്റാരുടെയും കാര്യമല്ല, നമ്മുടെ ധ്രുവയാണ്. നിങ്ങൾ എല്ലാരും കൂടെ ധ്രുവയെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാന്ന് വിചാരിക്കുന്നുണ്ടോ? ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സിദ്ധാർത്ഥ്, താൻ പറ. സംഭവിച്ചതൊക്കെ തനിക്കും അറിയുന്നതല്ലേ? എന്നിട്ട് ഇത്രയൊക്കെ ആയിട്ട് ധ്രുവയെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അവൻ തിരിച്ചു വന്നാ നമുക്ക് സമാധാനം കിട്ടുമെന്നും താൻ കരുതുന്നുണ്ടോ? വിക്രാന്തിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഇപ്പോഴും കുട്ടിയാ. പക്ഷെ തന്റെ കാര്യം അങ്ങനെയല്ല. തന്റെ ഒപ്പീനിയൻ അങ്ങനെ തന്നെയാ. ചേട്ടാ, എപ്പോഴും ഞാനിങ്ങനെ ചെറിയ കുട്ടിയാണ്, എനിക്കൊന്നും അറിയില്ലെന്ന് പറയരുത്. എനിക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട്, എനിക്കും പ്രായമായില്ലേ. പക്ഷെ നീ കാണിക്കുന്ന അങ്ങനെയല്ലല്ലോ വിക്കി. എന്നേക്കാ വലുതായി ആരുമില്ല ചേട്ടാ. ഞങ്ങൾക്ക് ചേട്ടനോട് ഒരുപാട് ബഹുമാനമുണ്ട്. നിനക്ക് വേണ്ടി ആരോടാണെങ്കിലും ഫൈറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ധ്രുവ അങ്ങനെ പുറത്തുള്ള ഒരാളല്ലല്ലോ, അവൻ നമ്മുടെ രക്തം തന്നെയല്ലേ. നമ്മളെല്ലാവരും ഇങ്ങനെ നന്നായിട്ട് ജീവിക്കുന്നു, എന്നിട്ട് അവനെ മാത്രം ഈ അവസ്ഥയെ കാണുമ്പോ അത് സഹിക്കാൻ പറ്റില്ല ചേട്ടാ. അവന് വീട്ടിൽ കയറ്റണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. അറ്റ്ലീസ്റ്റ് അവൻ ഓഫീസിലെങ്കിലും വർക്ക് ചെയ്തോട്ടെ. ഈ ജോലി ചെയ്യാനുള്ള എല്ലാ യോഗ്യതയും ധ്രുവയ്ക്കുണ്ട് ചേട്ടാ. ഇൻഫാക്ട് നമ്മുടെ ഈ കമ്പനിയിൽ അവനെ ഒരു നല്ല പൊസിഷനിൽ ഇരുത്തേണ്ടതല്ലേ. പക്ഷെ ഞങ്ങൾ ആരും ഇതുവരെ അതിനെപ്പറ്റി ചേട്ടനോടൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ ഓഫീസിൽ അങ്ങനെ ഒരു പൊസിഷൻ വേക്കന്റ് ആണ്. അത് മാത്രമല്ല, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥാനമാണ്. ആ കസേരയിൽ അങ്ങനെ ആരെങ്കിലും പിടിച്ചിരുത്താൻ പറ്റില്ല. ബട്ട് ധ്രുവ ഈസ് പെർഫെക്റ്റ് ഫോർ ദാറ്റ് പൊസിഷൻ. എനിക്കറിയാം, അവനൊരിക്കൽ നമ്മുടെ മദറിന്റെയെ വിഷമിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ സംഭവിച്ചു, അത് കഴിഞ്ഞില്ല. അവനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഐ എഗ്രി. എന്നാലും അവൻ ചെയ്ത തെറ്റിന് ഇത്ര വർഷം അവൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയില്ലേ. വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു, എവിടെ നിന്നില്ലാതെ അലയേണ്ടി വന്നു, എവിടെയൊക്കെയോ കിടന്നുറങ്ങി, എങ്ങനെയൊക്കെയോ ജീവിച്ചു. ഒരുപാട് നാളവൻ കഴിച്ചിട്ടുണ്ടാവില്ല, പട്ടിണി കിടന്നിട്ടുണ്ടാവും. അവന് നമ്മുടെ വീട്ടിൽ സ്ഥാനമില്ല. അറ്റ്ലീസ്റ്റ് ഈ ഓഫീസിലെങ്കിലും അവൻ നമ്മളോട് വർക്ക് ചെയ്തോട്ടെ. ബട്ട് ഞാൻ ഉറപ്പ് തരാം ചേട്ടാ, അവൻ ചേട്ടനോട് ഒന്നും സംസാരിക്കില്ല. ചേട്ടന്റെ ബിസിനസ്സിൽ അവൻ ഇന്റർഫെയർ ചെയ്യേയില്ല, അത് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ബട്ട് പ്ലീസ്, അത് വേണ്ടാന്ന് മാത്രം പറയരുത്. ആദ്യയുടെ ആഗ്രഹവും ഇത് തന്നെയാണ് വേദാന്ത്. ഇതൊരു സിമ്പതി ആയിട്ട് കാണരുത്. മാത്രമല്ല, നമുക്കിപ്പോ അങ്ങനെ ഒരാൾ ആവശ്യമുണ്ടല്ലോ. നമ്മുടെ
നമ്മുടെ ധ്രുവനും അതൊരു സെക്യൂരിറ്റി പ്ലേസ് ആവുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അവൻ നമ്മുടെ ഫാമിലി അല്ലേ, ഇതെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? എന്റെ ഈശ്വര, സമ്മതിച്ചാ മതിയായിരുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം ഇവർ രണ്ടുപേരും മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ബോസിനോട് പറഞ്ഞു. മാത്രമല്ല പറഞ്ഞതൊക്കെ കറക്റ്റും ആയിരുന്നു. ധ്രുവ ഈ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യാൻ എനിക്കൊരിക്കലും താല്പര്യമില്ല. അവന്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യ. എന്നിട്ട് അവൻ എന്റെ ഓഫീസിലേക്കും കൂടെ വരുന്നത് ഞാൻ സഹിക്കണോ?